സ്ട്രെസ് ഈറ്റിംഗ്. നിങ്ങൾ പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എനിക്ക് വിഷമം വരുമ്പോൾ സ്ട്രെസ് ആവുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത്. എന്താണ് സ്ട്രെസ് ഈറ്റിംഗ് എന്നും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ആണ് കൂടുന്നത്. കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വിശപ്പ് ഉണ്ടാക്കാനും നമുക്ക് ക്രേവിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് എന്താണോ അൺഹെൽത്തി ആയിട്ടുള്ളത് അത് കഴിക്കാനാണ് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ജങ്ക് ഫുഡ് കഴിക്കുക, സ്വീറ്റ്സ് കഴിക്കുക, ഫ്രൈഡ് ഫുഡുകൾ കഴിക്കുക എന്നൊക്കെയുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ക്രേവിംഗ് ഉണ്ടാവുക. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്തു അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയി എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മൾ സ്ട്രെസ് റിലീഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു കുറ്റബോധം കൂടെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ അത് മാനേജ് ചെയ്യേണ്ടത് മസ്റ്റാണ്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത്, എപ്പോഴും പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുന്നതിന് പകരം ആദ്യം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങാം. കുറച്ച് സമയം നടന്നതിന് ശേഷം തിരികെ വന്നിട്ട് ഒരു സിപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കും. വീണ്ടും നമ്മൾ നടക്കുക, അതേപോലെ തന്നെ ഒരു സിപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മൾ കുറച്ച് സമയം നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് സ്ട്രെസ് റിലീവ് ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. വീണ്ടും നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നുവാണെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ കഴിക്കും. ഒന്ന് നട്ട്സ് ആണ്. നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഓരോ നട്ട്സ് മാത്രമായിട്ട് കഴിക്കാം. പിന്നെ ചെയ്യേണ്ടത് സീഡ്സ് ആണ്. നമ്മൾ എണ്ണി സീഡ്സ് കഴിക്കാൻ വേണ്ടി നോക്കാം. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്, അത് കുഞ്ഞു പീസ് മാത്രം കഴിക്കുക. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. നമ്മൾ എന്താണോ കഴിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ബ്രീത്തിങ് എക്സസൈസുകൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ടത് മസ്റ്റാണ്.